ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, സ്നേഹകാലത്തിൻ്റെ 4ാമത്തെ ഞായറാഴ്ചയിലാണ് നാം ആയിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി നമുക്കേറെ വിലപ്പെട്ട 2 ഹൃദയങ്ങളെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയ തിരുനാളും ശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാളും നമ്മൾ ആഘോഷിച്ചിരുന്നു. ഇന്നും അപ്രകാരം ഒരു ഹൃദയത്തെക്കുറിച്ചുള്ള ചിന്തകളും സൂചനകളും ഒക്കെ വചനം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള വചനഭാഗങ്ങൾ ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. അവന്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ഗ്രഹിക്കാൻ ആർക്ക് സാധിക്കും എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഈ വചനം നമ്മളത് ആവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. വചനം കഠിനമായതുകൊണ്ടല്ല, ഹൃദയം കഠിനമായതുകൊണ്ടാണ് ഈ വചനം ഗ്രഹിക്കാൻ അവൻ്റെ ശിഷ്യന്മാർക്ക് സാധിക്കാതെ പോയതും പിന്നീട് ഒരിക്കലും അവനെ അനുഗമിക്കാത്ത രീതിയിൽ അവർ പിരിഞ്ഞു പോകുന്നതിനും കാരണം. അതുകൊണ്ടാണ് സഭാപിതാവായ അഗസ്തീനോസ് പുണ്യവാളൻ ഈ വചനഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നത്: വചനമായിരുന്നില്ല കഠിനമായിരുന്നത്, മറിച്ച് അവരുടെ ഹൃദയമായിരുന്നു കഠിനമായത്. വചനമായിരുന്നുവെങ്കിൽ അതെല്ലാവർക്കും ഒരുപോലെ കഠിനമാകുമായിരുന്നു. പക്ഷേ ഇത് കുറച്ചു പേർക്കാണ് കഠിനമായത്, ബാക്കിയുള്ളവർക്ക് അവന്റെ വചനത്തോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി സാധിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, വചനമല്ല കഠിനമാകുന്നത്, അതിനോട് നമ്മൾ പുലർത്തുന്ന നമ്മുടെ മനോഭാവങ്ങളാണ് പലപ്പോഴും കഠിനമായി പോകുന്നത്. അതുകൊണ്ടാണല്ലോ വിത്തിന്റെ ഉപമയിൽ പാറപ്പുറത്ത് വീണ വിത്ത് അത് അധികകാലം മുന്നോട്ട് പോയിട്ടില്ല. അത് വേര് ആഴ്ന്നിറങ്ങിയപ്പോൾ പാറയിൽ ചെന്ന് അതോടുകൂടി ആ വിത്ത് അവസാനിക്കും. ഹൃദയം കഠിനമാക്കപ്പെടുമ്പോൾ ദൈവവചനത്തിന് വളരാനുള്ള സാധ്യതകൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയും. ഹൃദയത്തെ കൂടുതൽ തുറവിയുള്ളതാക്കുവാൻ വേണ്ടി ദൈവവചനത്തോട് തുറവിയുള്ള ഹൃദയങ്ങളാക്കണമേ എന്ന് ഈ ഞായറാഴ്ച പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ഇനി മറ്റൊരു കാര്യം, ഈശോ നിങ്ങൾക്ക് വേണമെങ്കിലും പോകാം, ബാക്കി എല്ലാവരും പോയി നിങ്ങൾ നിൽക്കണമെന്നില്ല, നിങ്ങൾക്കും പോകാം എന്ന് പറയുമ്പോൾ പത്രോസ് ഈശോയോട് പറയുന്ന ഒരു മറുപടി ഉണ്ടത്: ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകാനാണ്? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ട് എന്ന് മനോഹരമായിട്ട് പത്രോസ് ഈശോയോട് പറയും. പ്രിയപ്പെട്ടവരെ, ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട, കൈമുതലാകേണ്ട ഒരു മനോഭാവം ഇതാണ്. ഇനിയിപ്പോൾ ആരുടെ അടുത്തേക്കും പോകാനില്ല, ഏറ്റവും വലിയ അഭയം ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ പക്കൽ നിത്യജീവന്റെ വചസ്സുകളുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ എവിടേക്കും മാറിപ്പോകേണ്ടതായിട്ട് വരില്ല. അതാണ് പത്രോസിന്റെ മറുപടി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ട്, ഇനിയിപ്പോ ഞങ്ങൾ എങ്ങോട്ട് പോകാൻ? ഇവിടെ അങ്ങനെ ഒരു ദർശനം കൈമുതലാകുന്നതിന് വേണ്ടി ഈ ഞായറാഴ്ച സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണല്ലോ പിന്നീട് പത്രോസ് അപ്പസ്തോല പ്രവർത്തന പുസ്തകം നമ്മൾ കാണുന്നത് പോലെ, എനിക്ക് സ്വർണമോ വെള്ളിയോ ഒന്നും നിനക്ക് തരാനില്ല, തരാനുള്ളത് ഈശോയെ മാത്രമാണ്. അതുകൊണ്ട് നീ ക്രിസ്തുവിന്റെ നാമത്തിൽ എണീറ്റ് നടക്കുക എന്ന് യാചകനോടൊക്കെ പത്രോസ് പറയുന്നത് ഇതിന്റെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ടാണ്. തരാനുള്ളത് ക്രിസ്തു മാത്രമാണ്, അഭയം ഉള്ളത് ക്രിസ്തുവിൽ മാത്രമാണ്, മറ്റാരുടെ അടുത്തേക്കും പോകാനില്ല എന്ന് പത്രോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ലേഖനം, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ലേഖ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരായാൽ മാത്രം പോരാ, ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കുന്നവരായാൽ മാത്രം പോരാ, മറിച്ച് അത് പ്രഘോഷിക്കുന്നവർ കൂടിയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമാണ് എന്ന് വചനം ഓർമ്മിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ഞായറാഴ്ച സ്നേഹകാലത്തിൽ നമുക്കുള്ള ഒരു ചുമതല ഇതാണ്: ഹൃദയത്തിൽ വചനം സ്വീകരിക്കുന്നവരായി മാത്രം മാറാതെ അത് അധരം കൊണ്ട് പ്രഘോഷിക്കുന്നവരായിട്ട് നമ്മൾ മാറുമ്പോഴാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിലേക്കും വചന പ്രഘോഷണം എന്ന നമ്മുടെ ദൗത്യത്തിലേക്കും കടന്നു വരും. ഏതാനും ആളുകളുടെ ഒരു ഉത്തമ അവകാശമല്ല വചന പ്രഘോഷണം, മറിച്ച് എല്ലാവരും എല്ലായ്പ്പോഴും സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട്
ഹൃദയത്തിൽ സ്വീകരിച്ച ഈശോയെ, ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിച്ച ഈശോയെ അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറയുമ്പോഴാണ് നമ്മുടെ ജീവിതം സ്വീകരിച്ച വചനത്തോട് നന്ദിയുള്ളതായിട്ട് നമ്മൾ മാറും. ഈ സ്നേഹകാലത്തിൻ്റെ 4ാമത്തെ ഞായറാഴ്ചയിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ചിന്തകൾ കൂടി നമുക്കൊപ്പം ചേർത്ത് വയ്ക്കാം. പത്രോസിനെ പോലെ നമ്മുടെ അഭയം അത് ക്രിസ്തുവാണ് എന്ന് നമുക്ക് ഏറ്റുപറയാം. അതുപോലെ തന്നെ ജീവിതത്തിൽ വചനത്തിന് തുറവിയുള്ള ഒരു ഹൃദയം, കഠിനമാക്കപ്പെടാത്ത വാത്സലമായ ഒരു ഹൃദയം ഉണ്ടാകുന്നതിനായിട്ടും നമുക്ക് തീക്ഷ്ണതയോടുകൂടി ഈ ഞായറാഴ്ച പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും